ഗൈസ് കഴിഞ്ഞ ദിവസം വർക്കൗട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേനും ഒരു പരിചയമില്ലാത്ത ആരൊക്കെ വീഡിയോയുടെ താഴെ വന്ന് ഭയങ്കര മോട്ടിവേഷൻ കമൻറ്റ്സ് വന്നു ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്നൊരു വർക്കൗട്ട് വീഡിയോ തന്നെ അങ്ങ് ഇടാം. ഇന്നെനിക്ക് വർക്കുണ്ട്. വർക്കുള്ള ദിവസം യൂഷ്വലി ഞാൻ വർക്കൗട്ടിന് പോകുന്നതല്ല. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും വിചാരിച്ചൊരു 1 hour ചെയ്തിട്ടേ പോകുന്നുള്ളൂ. നേരെ ജിമ്മിലോട്ട് ഇരുന്ന് കാർഡിയോ സ്റ്റാർട്ട് ചെയ്തു. കാർഡിയോ യൂഷ്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു 15 minutes ചെയ്യാറുണ്ട് ഗൈസ്. സാധാരണ കാർഡിയോ കാർഡിയോ ഏറ്റവും ലാസ്റ്റിലാണ് ചെയ്യേണ്ടതെന്ന് പറയും. പക്ഷേ ഞാൻ ആദ്യം കാർഡിയോ കുറച്ച് നേരം ചെയ്യും. ബിക്കോസ് കാർഡിയോ ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്കൊന്ന് എനർജി ഒന്ന് ബൂസ്റ്റ് ആകും ഗൈസ്. എനിവേസ് അതും കഴിഞ്ഞ് നേരെ ഞാൻ സ്ക്വാട്ട്സ് ചെയ്യാൻ അങ്ങോട്ട് ചെന്നു. വീഡിയോയ്ക്ക് ഒരു ഹൈപ്പ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ലെഗ് തന്നെ അങ്ങ് ചെയ്തു. എനിവേസ് ആപ്പൊക്കെ എടുത്ത് സെറ്റാക്കി ആദ്യമേ ബാരൽ ബെൽ സ്ക്വാട്ട്സ് ചെയ്തു. വെയിറ്റൊക്കെ ഇട്ട് മാക്കം നടി തുടങ്ങി. നിസ്സാരം. എനിവേസ് ആദ്യത്തെ സെറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ടൊക്കെ തീരുമാനമായി ഗൈസ്. പക്ഷേ 5 സെറ്റ് ഞാൻ ചെയ്തു. അത് എൻ്റെ ആപ്പിനകത്ത് ഓൾറെഡി ഉള്ളതാണ്. അതെല്ലാം കൂടി ചെയ്ത് സെറ്റായിട്ട് എനിവേസ് ഫുൾ തീരുമാനമായി. പിന്നെ അടുത്ത വർക്കൗട്ടിലോട്ട് ഞാൻ ഇറങ്ങി. അടുത്ത് ലീൻ ബാക്ക് പ്രസ് ആയിരുന്നു. ഇതെനിക്ക് ആക്ച്വലി ലെഗ് വർക്കൗട്ടിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു വർക്കൗട്ടാണ്. എനിവേസ് അത്ര ഈസി ഒന്നുമല്ല, നല്ല വെയിറ്റ് ഇട്ട് അടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചസ് ചെയ്തു ഗൈസ്. ലഞ്ചസ് പ്രത്യേകിച്ച് ബാക്ക് ലഞ്ചസ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു വർക്കൗട്ട്. എനിക്ക് ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം. എനിവേസ് എല്ലാ വർക്കൗട്ടൊന്നും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടില്ല. എനിവേസ് ലെഗ് ചെയ്യുന്ന ദിവസം പിന്നെ ഫുൾ തീരുമാനമാണ് ഗൈസ്. ഇന്നിനി ഇത് കഴിഞ്ഞ് ജോലിക്കും പോകണം. എനിവേസ് ഫുൾ സെറ്റ് ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു പവർ നിലനിർത്തിക്കൊണ്ട് നേരെ വീട്ടിലോട്ട് പോകുന്നു ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.